ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് റിയൽമി XT എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് റിയൽമി XT. അപ്പോൾ ഇതിൽ 3.0 വോക്ക് ഫ്ലാഷ് ചാർജും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബോക്സ് ഓപ്പണായി വരുമ്പോൾ മുന്നിൽ തന്നെ ഹേയ് വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഫോണാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് പേൾ ബ്ലൂ കളറാണ്. ഇത് 2 കളേഴ്സിൽ അവൈലബിൾ ആണ്, ഒന്ന് പേൾ വൈറ്റ് ഒന്ന് പേൾ ബ്ലൂവും. ഓക്കെ, അപ്പോൾ ഈ മുകളിലുണ്ടായിരുന്ന ബോക്സിൽ എന്തെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കേസാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് കേസാണ്. അപ്പോൾ കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ട്. പിന്നെ കുറച്ച് ക്വിക്ക് ഗൈഡും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ലഭിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന ബോക്സ് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഫോണാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി XT എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 8GB റാമും 120GB സ്റ്റോറേജുള്ള വേരിയൻ്റാണ്. അപ്പോൾ പിന്നെ ഇതാണ് വോക്ക് ചാർജർ. അപ്പോൾ ഇത് നമുക്ക് 13 വാട്ട് അതുപോലെ തന്നെ 5 വോൾട്ട് 4 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്ററാണ്, ഒരു ചാർജറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഫാസ്റ്റ് ചാർജറാണ്. ഓക്കെ, പിന്നെ ഇത് ടൈപ്പ് സി ആണ്, USB ടൈപ്പ് സി ആണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്, ടൈപ്പ് സി നമുക്കിത് ലഭിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ബോക്സിലെ ആക്സസറീസാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. അപ്പോൾ ഇനി നമുക്കിത് 183 ഗ്രാമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വെയിറ്റും കാര്യങ്ങളൊക്കെ 183 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണൊന്ന് പവർ ഓൺ ചെയ്യാം. അപ്പോൾ റിയൽമി പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കവർ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് ഫോൺ കാണുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇതിൻ്റെ കവർ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു കേസ് നല്ല ക്വാളിറ്റിയുള്ള കേസാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കവറൊന്നും വാങ്ങണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. നല്ല കേസാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതിന് ഫോണൊന്ന് സെറ്റ് ചെയ്യട്ടോ. അപ്പോൾ ColorOS 6 ആണ് നമുക്ക് ഈ യൂസർ ഇൻ്റർഫേസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോണൊന്ന് എന്താ പറയുക ബൂട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഇതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എത്രത്തോളം ഫാസ്റ്റാണ് എന്നൊന്നും അറിയില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോണ് 3 റാം വേരിയൻസിലാണ് കിട്ടുന്നത്. ഒന്ന് 4GB റാം, അതുപോലെ 6GB റാം, അതുപോലെ 8GB റാം. സ്റ്റോറേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 64GB അതുപോലെ 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിനുമാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. അതുപോലെ എൻ്റെ കയ്യിലുള്ളത് 8GB റാമും 128GB സ്റ്റോറേജുള്ള ഫോണാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെമ്മറി ഇട്ടിട്ട് നമുക്ക് 256GB വരെ എക്സ്പാൻഡ് ചെയ്യാം. അതുപോലെ ഇതിന് ഡിസ്പ്ലേ സൈസ് വന്നിട്ടുള്ളത് 6.4 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കിതിൽ കോഡ് ക്യാമറ വരുന്നത് 64 MP ആണ്. അതുപോലെ തന്നെ 8 MP അതുപോലെ 2 MP പിന്നെ 2 MP കൂടിയാണ് നമുക്ക് മറ്റ് ക്യാമറകളൊക്കെ ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 16 മെഗാപിക്സലാണ്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 4000 mAh ആണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. അതുപോലെ FHD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിൽ ലഭിക്കുന്നത്. അതേപോലെ തന്നെ GPUവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Adreno 616 എന്ന ഒരു GPU ആണ് നമുക്കിതിൽ ലഭിച്ചിട്ടുള്ളത്. ആൻഡ്രോയിഡ് പൈ ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ നമുക്ക് പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Qualcomm Snapdragon 712 എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ് നമുക്കിത് ലഭിച്ചിട്ടുള്ളത്. പ്രൈമറി ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 2.3 GHz ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഡെഡിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്
ആ ഒരു രണ്ട് സിമ്മും അറ്റ് എ ടൈം മെമ്മറി ഇട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചർ. പിന്നെ ഇതിൻ്റെ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് 183 ഗ്രാമാണ്. നമുക്കിതിൻ്റെ ഫിംഗർ പ്രിൻ്റ് എത്രത്തോളം ഫാസ്റ്റാണ് എന്ന കാര്യം നോക്കാം. അപ്പോൾ നല്ല ഫാസ്റ്റുള്ള ഒരു സ്കാനർ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു തവണ കൂടെ കാണിക്കാം. അപ്പോൾ പിന്നെ ഇതിൽ ആനിമേഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞ് കുറച്ച് ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് ആവുന്ന ഒരു ഇതൊക്കെ മാറ്റാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റുള്ള ഫിംഗർ പ്രിൻ്റാണ്. പിന്നെ ഇതും നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ 5 ആനിമേഷൻസ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതും ഒരു അടിപൊളി ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഫേസ് ഐ ഡി കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും എത്രത്തോളം ഫാസ്റ്റാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് എൻറോൾ ചെയ്യട്ടെ. അപ്പോൾ ഇനി നമുക്ക് എത്രത്തോളം ഫാസ്റ്റാണ് നമ്മുടെ ഫേസ് ഐ ഡി എന്ന കാര്യം കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, വളരെ ഫാസ്റ്റാണ്. ഒരു ഫിംഗർ പ്രിൻറ്റിനാട്ടിലും ഫാസ്റ്റാണെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം കണ്ടോ, നല്ല ഫാസ്റ്റാണ് ഓപ്പൺ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇതിൽ 128 GB 109 GB മാത്രമേ ബാക്കി കുറച്ച് ഇത് ഞാൻ യൂസ് ചെയ്തതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ 64 MP ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതിൽ ഷോർട്സും കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. കാരണം സിസ്റ്റത്തിന് ചെറിയൊരു ഇത്, കാരണം ഫോട്ടോ ഒക്കെ ഇട്ടപ്പോൾ ഇതും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ. അപ്പോൾ തീർച്ചയായും നമ്മൾ വേറൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗെയിമിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 64 GB 4 GB റാമിന് 17,999 രൂപയാണ് വരുന്നത്, ഫ്ലിപ്കാർട്ടിലെ പ്രൈസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പിന്നെ 64 GB 6 GB റാമിന് 16,999. പിന്നെ 8 GB റാം 128 GB റോം ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നതിന് 18,999. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പം എല്ലാത്തിനും ഏകദേശം ഇപ്പോൾ 17,999 പറഞ്ഞാൽ 16,000 രൂപ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തത് 8 GB റാം 128 GB സ്റ്റോറേജ് ഉള്ളതാണ്. ഇതിന് ഏകദേശം 18,999 രൂപ, 19,000 രൂപ തന്നെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മളിതിൻ്റെ എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണുന്നത് വരേക്കും ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.